നൈസ് ബംഗോസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ മലയാളം സെക്കൻഡിൻ്റെ ഒരു മാതൃകാ ചോദ്യവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ ഓരോ വിലയേറിയ നിർദ്ദേശങ്ങളും പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനങ്ങളാണ്. 2 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം ടൈം. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ഓക്കെ, അതുപോലെ ആകെ 8 പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ 5 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 8 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 3 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം കണ്ടെത്താം, എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിച്ചു നോക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. വെള്ളി നിലാവിൻ മകളുടെ മകളെ തുമ്പപ്പൂവേ, പൊൻവെയിലിൻ ചെറുപേരക്കുഞ്ഞെ മുക്കുറ്റിപ്പൂവേ, നീലാകാശം പെറ്റുവളർത്തിയ നെല്ലിപ്പൂവേ, നോക്കുവിനെന്നാണല്ലോ നമ്മുടെ പൊന്നിൻ തിരുവോണം, നാം എല്ലാവരും ചേരുകിലി തിരുവോണം നന്നാവും, ചേരുക ചേരുക നേന്ത്രപ്പഴവും നമ്മോട് കൂടിയിടും. നോക്കൂ, കുഞ്ഞുണ്ണി മാഷിൻ്റെ വലിയ കുട്ടിക്കവിതകൾ എന്ന കവിതാ സമാഹാരത്തിലെ ഓണപ്പൂക്കളോട് എന്ന കവിതയാണ് നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? വെള്ളി നിലാവിൻ മകളുടെ മകളെ തുമ്പപ്പൂവേ, പൊൻവെയിലിൻ ചെറുപേരക്കുഞ്ഞെ മുക്കുറ്റിപ്പൂവേ, നീലാകാശം പെറ്റുവളർത്തിയ നെല്ലിപ്പൂവേ, നോക്കുവിനിന്നാണല്ലോ നമ്മുടെ പൊന്നിൻ തിരുവോണം, നാം എല്ലാവരും ചേരുകിലി തിരുവോണം നന്നാവും, ചേരുക ചേരുക നേന്ത്രപ്പഴവും നമ്മോട് കൂടിയിടും. ഓക്കെ, ഇടയ്ക്ക് കുറച്ചധികം വരികളുണ്ട്, അത് തന്നിട്ടില്ല. വളരെ കുറച്ച് വരികൾ മാത്രമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, മുക്കുറ്റിക്ക് സ്വർണ്ണ നിറമാണെന്ന് സൂചിപ്പിക്കാൻ കവി ഉപയോഗിച്ച പദം ഏതാണ്? വെള്ളി നിലാവ്, പൊൻവെയിൽ, നീലാകാശം. മുക്കുറ്റിക്ക് സ്വർണ്ണ നിറമാണെന്ന് സൂചിപ്പിക്കാൻ കവി ഉപയോഗിച്ച പദം ഏതാണ്? പൊൻവെയിൽ അല്ലേ? പൊൻവെയിൽ. വെള്ളി നിലാവല്ല, പിന്നെ ഏതാ? പൊൻവെയിൽ. അടുത്ത ചോദ്യം, നെല്ലിപ്പൂവിനെ ആരാണ് പെറ്റു വളർത്തിയത്? തുമ്പപ്പൂ, തിരുവോണം, നീലാകാശം. ആരാണ് നെല്ലിപ്പൂവിനെ പെറ്റു വളർത്തിയത്? നീലാകാശം. തുമ്പപ്പൂവിന് വെള്ള നിറം ലഭിച്ചത് എവിടെ നിന്നാവാം? നീലാകാശം, വെള്ളി നിലാവ്, പൊൻവെയിൽ. എവിടെ നിന്നാണ് തുമ്പപ്പൂവിന് വെള്ള നിറം ലഭിച്ചത്? വെള്ളി നിലാവ്, വെള്ളി നിലാവിൽ നിന്ന്. അടുത്തത്, ഓണം നന്നാവുന്നത് എപ്പോഴാണ്? ഓണക്കോടി ഉടുക്കുമ്പോൾ, നേന്ത്രപ്പഴം കഴിക്കുമ്പോൾ, നാം എല്ലാം ഒത്തുചേരുമ്പോൾ. എപ്പോഴാണ് ഓണം നന്നാവുന്നത്? നാം എല്ലാം ഒത്തുചേരുമ്പോൾ. പൂവ് എന്ന വാക്കിൻ്റെ പകരം പദം തിരഞ്ഞെടുത്ത് എഴുതുക. മലർ, ചോല, തളിര്. ഏതാണ് പൂവ്? മലർ. ആൻസർ മലർ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രവർത്തനം വർണ്ണന തയ്യാറാക്കുക. വേഗമുറങ്ങൂ എന്ന കവിതയിൽ വെയിലിനെയും അമ്പിളിയെയും കുറിച്ചുള്ള വർണ്ണന നാം കണ്ടു. താഴെ നൽകിയ കവിത വായിച്ചു നോക്കൂ. രാത്രി ഒരു രാപ്പാടിയുടെ പാട്ട്. നോക്കൂ, ലോകത്തെ മുഴുവൻ താരാട്ടുന്നു. അഷിതയുടെ വരികളാണിത്. രാത്രിയെ എത്ര മനോഹരമായാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. വളരെ ചെറിയ വരികളിലാണല്ലേ? രാത്രി ഒരു രാപ്പാടിയുടെ പാട്ട്. നോക്കൂ, ലോകത്തെ മുഴുവൻ താരാട്ടുന്നു. നിങ്ങൾ കണ്ട പ്രകൃതി ദൃശ്യത്തിൻ്റെ വർണ്ണന തയ്യാറാക്കും. നിങ്ങൾ കണ്ട ഏറ്റവും മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യം, അത് വർണ്ണിച്ച് എഴുതുക. ഒരു പ്രഭാതമാകാം, ഒരു സായങ്കാലമാകാം, അല്ലെങ്കിൽ ഒരു കടൽ തീരത്തിൻ്റെ നീലിമയാകാം. എന്തായാലും ആ ഒരു മനോഹാരിതയെ വർണ്ണിച്ച് പ്രകൃതിയുടെ വർണ്ണന തയ്യാറാക്കുക. അടുത്തത്, ശരി ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. വേഗമുറങ്ങൂ എന്ന കവിതയിൽ കുട്ടിക്ക് ലോകം നീലമയിലിനെ പോലെ മനോഹരമാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? എപ്പോഴാണ്?
ഉറങ്ങുമ്പോൾ, അല്ലേ? വേഗമുറങ്ങൂ എന്ന കവിതയിൽ രാത്രിയുടെ വരവിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? കൊമ്പനാനയായി, അല്ലേ? കൊമ്പനാനയായിട്ടാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് ആ രാത്രിയുടെ വരവിനെ, അല്ലേ? എങ്ങനെയുള്ള കൊമ്പനാനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? അമ്പിളിമാമനാകുന്ന പൊൻതിടം പേന്തി കൊമ്പനാനയെപ്പോലെ രാത്രി ഇതാ കടന്നു വരുന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഓക്കെ. മൂന്നാമത്തെ പ്രവർത്തനം സംഭാഷണം തയ്യാറാക്കുക. തേങ്ങ എന്ന കഥയിലൂടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിഞ്ഞു. ഇനി താഴെ ചേർത്ത കഥ വായിച്ചു നോക്കൂ. കുഞ്ഞിക്കിളിയുടെ സന്തോഷം. ഒരു സന്ധ്യ. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകലെ ഒരു കുഞ്ഞിക്കിളിയുടെ ശബ്ദം. അതെന്താണെന്നറിയാൻ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. ഒരു പൂച്ച കുഞ്ഞിക്കിളിയെ പിടിക്കാൻ നോക്കുന്നു. ഞാൻ ഓടിപ്പോയി പൂച്ചയെ തട്ടിവിട്ടപ്പോൾ കുഞ്ഞിക്കിളി പറക്കൽ നിർത്തിയിട്ട് താഴേക്ക് ഒറ്റ വീഴ്ച. ഞാൻ അതിനെ എടുത്ത് വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അമ്മ എന്നെ കുഞ്ഞിക്കിളിയെയും കൊണ്ട് അകത്ത് കയറ്റുകയില്ലല്ലോ. അതുകൊണ്ട് അമ്മ കാണാതെ ഞാൻ കുഞ്ഞിക്കിളിയെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിന് വെള്ളം കൊടുത്തു. എന്നിട്ട് പുറത്തേക്ക് പറത്തി വിട്ടു. അത് പറന്ന് രസിച്ചു. ശ്രീരാജ് എഴുതിയ കുഞ്ഞു കഥയാണ്. ALPS പൂക്കോട്ടുകാവിലുള്ള ശ്രീരാജിൻ്റെ കഥയാണ് നമ്മൾ മുകളിൽ വായിച്ചത്. ഈ കഥയിലെ കുഞ്ഞിക്കിളി കൂട്ടിലെത്തിയ ശേഷം അമ്മക്കിളിയുമായി നടത്താൻ സാധ്യതയുള്ള സംഭാഷണം എഴുതി നോക്കൂ. കുട്ടി വളരെ സ്നേഹത്തോടെ കരുതലോടെയാണ് അതിന് ദാഹജലം നൽകിയത്, അല്ലേ? അപ്പോൾ ആ കുഞ്ഞിക്കിളിക്ക് ആ കുട്ടിയോട് ഒരു സ്നേഹം ഉണ്ടായിരിക്കും, ഒരു നന്ദി ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ കാര്യം അമ്മയോട് പറയും, അല്ലേ? അപ്പോൾ അമ്മയും കുഞ്ഞിക്കിളിയും തമ്മിലുള്ള സംഭാഷണം എന്ത് ചെയ്യണം? എഴുതുക. അപ്പോൾ പൂച്ച പിടിക്കാൻ നോക്കിയതും ആ കുഞ്ഞിക്കിളിക്ക് അപകടം പറ്റിയതും തന്നെ ആ കുട്ടി രക്ഷിച്ചതുമൊക്കെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തണം. ക്ലിയർ? അത് നോക്കൂ. സഹോദരശ്രുതി എന്ന പാഠഭാഗം PN ദാസിൻ്റെ ഏത് കൃതിയിലേതാണ്? ജീവിതഗാനം, ജീവിതപാത, എൻ്റെ ജീവിതകഥ. ഏതിലേതാണ്? ജീവിതഗാനം, അല്ലേ? ജീവിതഗാനം. അപ്പോൾ PN ദാസിൻ്റെ ജീവിതഗാനം എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് സഹോദരശ്രുതി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. കാല് എന്ന വാക്കിൻ്റെ പകരം പദം കണ്ടെത്തുക. കാല്, നാദം, പാദം, പാനം. ഏതാ? നാദം എന്ന് വെച്ചാൽ ശബ്ദം എന്നർത്ഥം. പാദം, കാല്. പാദം, കാല്. പാനം ചെയ്യുക എന്ന് വെച്ചാൽ കുടിക്കുക എന്നർത്ഥം. ഓക്കെ, ഇവിടെ കാലെന്ന വാക്കിൻ്റെ പകരം പദം ഏതാണ്? പാദം, പാദം. നാലാമത്തെ പ്രവർത്തനം പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. കൊറോണ ഓണത്തിൻ്റെ ശോഭ കെടുത്തി. ഈ പ്രസ്താവനയോട് നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം ഒരു കുറിപ്പായിട്ട് എഴുതുക. ഓണത്തെ കൊറോണ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കൊറോണ അതിൻ്റെ ഓണത്തിൻ്റെ ആ മാറ്റ് കുറച്ചോ? നിങ്ങളുടെ പ്രതികരണം കുറിപ്പായിട്ട് എഴുതുക. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. കൊയ്തുകൊണ്ടുവന്ന നെൽക്കറ്റകൾ മെതിച്ച് കിട്ടുന്ന നെല്ല് അതേപടി കൂട്ടിയിടുന്ന ചടങ്ങിന് പറയുന്ന പേര് പൊലി. എന്താണ്? പൊലി. പുഞ്ച എന്താണ്? മേടമാസത്തിലെ നെൽകൃഷിയാണ് പുഞ്ച എന്ന് പറയുന്നത്, അല്ലേ? പൊലി കൊയ്തുകൊണ്ടുവന്ന നെൽക്കറ്റകൾ മെതിച്ച് കിട്ടുന്ന നെല്ല് അതേപടി കൂട്ടിയിടുന്ന ചടങ്ങാണ് പൊലി. നിലം എന്താണ്? നിലം കൃഷി ചെയ്യുന്ന സ്ഥലം. അടുത്തത്, കുട്ടനാട്ടിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം ആവിഷ്കരിച്ച ജ്ഞാനപീഠ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാ? തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിൻ്റെ പുത്രൻ, അല്ലേ? തകഴി ശിവശങ്കരപ്പിള്ള. അടുത്ത ചോദ്യം, പ്രവർത്തനം 5. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. വിശകലനം ചെയ്ത് അതിൻ്റെ കുറിപ്പ് തയ്യാറാക്കുക. സങ്കടം എന്നൊരു കവിത വായിച്ചു നോക്കൂ. സങ്കടം. ചന്തം തികഞ്ഞൊരു കൂട്ടിൽ ചിന്തിച്ചിരിക്കുന്ന തത്തേ, ചെങ്കതളിപ്പഴം നൽകാം, സങ്കടമെന്തെന്നു ചൊല്ലൂ. കൂടാണു സങ്കടം കുഞ്ഞേ, കൂടെ പിറപ്പുമെന്നില്ല. മാടി വിളിക്കുന്നു വാനം, പാടവും പൂമരക്കാടും. പാടിപ്പറക്കുവാനുള്ളിൽ പാരമുണ്ടാശയെനിക്ക്,
പാൽച്ചോറ് വേണ്ട പഴവും പൈതലേ കൂട് തുറക്കൂ. കെ പല്ലശ്ശന എഴുതിയ വരിയാണ്. കണ്ടോ, കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയുടെ സങ്കടം എന്താണ്? ആ കൂട് തുറന്ന് പുറത്തേക്ക് പോകണം, വാനത്തേക്ക് അല്ലെങ്കിൽ ആകാശത്തേക്ക് അതിനെ പാറി പറക്കണം അല്ലേ. കൂട്ടിൽ അതിൻ്റെ കൂടപ്പിറപ്പോ ആരുമില്ല. തനിക്ക് ചോറും പഴവും ഒന്നും വേണ്ട, തനിക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത് അല്ലേ, കൂട്ടിൽ നിന്നുള്ള മോചനമാണ് വേണ്ടത്. ഇവിടെ പാൽച്ചോറും പഴവും വേണ്ട എന്ന് തത്ത പറയുന്നത് എന്തുകൊണ്ടാവാം? കവിത വായിച്ച് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കൂ. സ്വാതന്ത്ര്യമാണ് അമൃത് അല്ലേ. ആ കൂട്ടിലടയ്ക്കപ്പെട്ടിട്ട് അതിനകത്ത് ചോറും പാലും പഴവൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കണം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശം ആരുടെ വാക്കുകളാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശം, അത് നേടുക തന്നെ ചെയ്യും. ആരാ? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിൻ്റെ വാക്കുകളാണത്. ശബ്ദം എന്നതിൻ്റെ പകരം പദം. ആരവം, ആരാമം, ആനന്ദം. ശബ്ദം ആരവം, ആരവം ശബ്ദം. ഓക്കെ, അടുത്തത് വാങ്മയ ചിത്രം തയ്യാറാക്കുക. വാക്കുകൊണ്ട് ഒരു ചിത്രം തയ്യാറാക്കുക. വർണ്ണന വായിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് അത്തരമൊരു ചിത്രം തെളിഞ്ഞു വരണം. അതാണ് വാങ്മയ ചിത്രം. അജേയതയുടെ പ്രതീകം എന്ന പാഠഭാഗത്തിൽ നാം ഗാന്ധിജിയുടെ വാങ്മയ ചിത്രം പരിചയപ്പെട്ടു. താഴെ കൊടുത്തു നോക്കൂ. മെലിഞ്ഞു നീണ്ട രൂപം, വെളുത്ത ജുബ്ബയും മുണ്ടും, മുടി നന്നേ കുറവ്, ചാരുകസേരയിൽ കിടത്തം. ഇതൊക്കെ പറയുമ്പോഴേക്കും ഈ ഓരോ രൂപവും നമ്മുടെ മനസ്സിലേക്ക് മിന്നി മറയുന്നുണ്ട് ഇല്ലേ. വൈക്കം മുഹമ്മദ് ബഷീറിനെ ഒരു വാങ്മയ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചതിൻ്റെ തുടക്കമാണിത്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ വാങ്മയ ചിത്രം തയ്യാറാക്കൂ. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നമുക്കറിയാവുന്ന വ്യക്തി മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വാങ്മയ ചിത്രത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത് നോക്കൂ. അടയാളം എന്ന വാക്കിൻ്റെ പകരം പദം. പ്രമാണം, പ്രതീകം, പ്രതലം. പ്രതീകം, അടയാളം, പ്രതീകം. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കേരള ഗാന്ധി കെ കേളപ്പൻ. കേരള ഗാന്ധി കെ കേളപ്പൻ. ഓക്കെ, അടുത്ത ഏഴാമത്തെ പ്രവർത്തനം ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. ഒരു എഴുത്തുകാരിയുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യമായ ഹിൻഡുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പി വത്സല, ജനനം 1938 ഏപ്രിൽ 4 കോഴിക്കോട്, CH അവാർഡ്, പത്മപ്രഭ പുരസ്കാരം, മാതാപിതാക്കൾ കാനങ്ങോട്ട് ചന്തു, പത്മാവതി, വിലാപം എന്ന നോവലിനെ ആസ്പദമാക്കി ഖിലാഫത്ത് എന്ന ചലച്ചിത്രം, നെല്ല് ആദ്യ നോവൽ, പ്രധാന കൃതികൾ കൂമൻകൊല്ലി, ഗൗതമൻ, നിഴലുറങ്ങുന്ന വഴികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആദിവാസി ജീവിതങ്ങളുടെ കഥാകാരി, 2021 എഴുത്തച്ഛൻ പുരസ്കാരം. ഇത്രയുമാണ് പി വത്സല എന്ന എഴുത്തുകാരിയുടെ ജീവചരിത്രം എഴുതുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ഹിൻഡുകൾ. ഇത് വെച്ച് എഴുതിക്കൂടെ? കാനങ്ങാട്ട് ചന്തുവിൻ്റെയും പത്മാവതിയുടെയും പുത്രിയായി 1938 ഏപ്രിൽ 4 കോഴിക്കോട് ജനിച്ചു. ആദിവാസി ജീവിതങ്ങളുടെ കഥാകാരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി വത്സല. ആദ്യത്തെ നോവൽ നെല്ല്. പി വത്സലയുടെ രചനകൾ സിനിമകളാക്കി മാറ്റിയിട്ടുണ്ട്. നെല്ല് സിനിമ ചലച്ചിത്രമായി മാറി. പി വത്സലയുടെ വിലാപം എന്ന നോവലിനെ ആസ്പദമാക്കി ഒരു ചലച്ചിത്രം പുറത്തിറക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ പേര് ഖിലാഫത്ത്. കൂമൻകൊല്ലി, ഗൗതമൻ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. പി വത്സലയുടെ നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കൂടാതെ 2021 എഴുത്തച്ഛൻ പുരസ്കാരത്തിനും അർഹയായി. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് പുറമെ CH അവാർഡ്, പത്മപ്രഭ പുരസ്കാരവും നേടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഹിൻഡുകളെല്ലാം കൂടി ഉൾപ്പെടുത്തി എന്ത് ചെയ്യാൻ പറ്റും? ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. നന്ദി എന്ന വാക്കിൻ്റെ പകരം പദം കണ്ടെത്തൂ. കൃതജ്ഞത, കൃത്യത, കണിശ. കൃതജ്ഞത, നന്ദി, കൃതജ്ഞത. വാതിലുകൾ അടയ്ക്കുമ്പോൾ തന്നെ പെട്ടിയിലിട്ട് പൂട്ടിയതായി തോന്നി. ആർക്ക്? വീട്ടമ്മയ്ക്ക്, അക്കമ്മയ്ക്ക്, സംഗീത ചേച്ചിക്ക്. വാതിലുകൾ അടയ്ക്കുമ്പോൾ തന്നെ പെട്ടിയിലിട്ട് പൂട്ടിയതായി തോന്നിയത് ആർക്കാണ്? അക്കമ്മയ്ക്ക്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും
നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.